everyone, very welcome back my YouTube channel. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിക്രൂട്ട്മെന്റിന്റെ വീഡിയോ അങ്ങനെയൊന്നുമല്ല. ഇന്ന് ജസ്റ്റ് ഒരു Q&A ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട്. കുറേ നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കമന്റ്സിലൂടെ ചോദിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു വീഡിയോ ഞാൻ ചെയ്തപ്പോൾ അതിൽ കുറേ ക്വാളിറ്റി കുറവുണ്ടായിരുന്നു. കുറേ മീൻസ് ബാക്ക്ഗ്രൗണ്ടൊക്കെ ബ്ലറായിട്ട്, പിന്നെ ഞാൻ മൈക്ക് യൂസ് ചെയ്ത് സംസാരിക്കുമ്പോൾ കുറേ ബ്രേക്ക് നോയ്സ് ഒക്കെ വന്നിട്ട് ആകെ ഒരുമാതിരി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, കുറേ പേര് അതിന് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ചെയ്ത് നോക്കുക, അത് ബെറ്റർ ആയിരിക്കും. ഒരു കുറേ ടെക്നിക്കൽ വേർഷൻസ് അവർ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വ്യൂവേഴ്സ് ഷെയർ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും ബെറ്റർ ആയിരിക്കും വീഡിയോ ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കമൻറ്റ് കണ്ടപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഒരുപാട് ഹാപ്പിയാണ് കേട്ടോ. നമ്മുടെ വീഡിയോസ് എത്രത്തോളം ഒരു വ്യൂവർ ശ്രദ്ധിക്കുന്നുണ്ട്, എന്നിട്ട് ആ ഒരു വീഡിയോ എത്രത്തോളം ഡെവലപ്പ് ചെയ്യണമെന്ന് എന്നെപ്പോൾ തന്നെ വ്യൂസും ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തീർച്ചയായിട്ടും ആ ഒരു കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അതിനൊരുപാട് താങ്ക്ഫുൾ ആണ്. എന്നിട്ട് അവർ പറഞ്ഞു അടുത്ത വീഡിയോ ശ്രദ്ധിക്കൂ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് നമ്മുടെ വീഡിയോ കണ്ട് അങ്ങനെ റെസ്പോൺസ് കിട്ടുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞാനൊരു ബിഗിനറാണ്, ഇങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ കമൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോസ് ഡെവലപ്പ് ആവുകയും ചെയ്യും. ഞാനും അതിൽ ഒരുപാട് സന്തോഷം ഉള്ള ഒരാളാണ്. അത് ഞാൻ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഭയങ്കര ഹാപ്പിയാണ് ഒരു കാര്യത്തിൽ കേട്ടോ. 2-3 കമൻറ്റ്സൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് DMs ഒക്കെ വരുന്നുണ്ട്. പക്ഷെ റീസെൻ്റ്ലി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റയുടെ ലിങ്ക് ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ നിന്ന് കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, ഒരുപാട് DMs വരുന്ന സമയത്ത് എനിക്ക് പ്രോപ്പറായിട്ട് റിപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു ഇൻസ്റ്റയിൽ എനിക്ക് പ്രോപ്പറായിട്ട് റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തത് വേറൊന്നും കൊണ്ടല്ല. ഞാൻ ഇൻസ്റ്റ യൂസ് ചെയ്യാറുണ്ട്, പക്ഷെ ഞാൻ ഈ മെസ്സേജ് ഒന്നും അങ്ങനെ അയക്കാത്ത ഒരാളാണ് ഞാനും. പക്ഷെ യൂട്യൂബിൽ കമൻറ്റ് ചെയ്യാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. യൂട്യൂബിൽ നമുക്ക് കമൻറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ വീക്ക്ലി വൺസ് ഞാനതൊക്കെ ഒന്ന് നോക്കിയിട്ട് ഞാൻ റിപ്ലൈ കൊടുക്കാത്ത ആൾക്കാർക്ക് റിപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇൻസ്റ്റയിൽ വരുന്ന മെസ്സേജസ് ഒന്നും നമ്മുടെ യൂട്യൂബിൽ കമൻറ്റ് ചെയ്യാത്ത മെസ്സേജസ് ആണ്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റയിൽ ഒരുപാട് മെസ്സേജ് വന്ന് കിടക്കുമ്പോൾ എനിക്ക് പ്രോപ്പറായിട്ട് റിപ്ലൈ കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ഒരുപാട് നമുക്ക് മെസ്സേജസ് വന്നിട്ടുള്ളത് ഈ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് DM ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന ആൾക്കാർ എനിക്ക് യൂട്യൂബിൽ ഈ ഒരു വീഡിയോയ്ക്കകത്തോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് വീഡിയോ ആണോ കാണുന്നത് ആ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, പിന്നെ എൻ്റെ ഏജ് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് അത്ര വലിയ ഏജ് ഒന്നും ഇല്ല. ഏജ് എത്രയാന്നൊക്കെ ചോദിച്ചിട്ട് ഈ കമൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഈശ്വര ഏജ് തോന്നണ്ട. അപ്പോൾ ഏജ് എനിക്കിപ്പോൾ 24 ഉള്ളൂ ഏജ്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ജോബ് കിട്ടിയത് 22-ലാണ് എനിക്ക് ജോബ് കിട്ടിയിട്ടുള്ളത്. അതും ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് ജോബ് നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ഇൻഫോ പാർക്കിൽ ഒരുപാട് ആൾക്കാർക്ക് അറിയാനും കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് വീഡിയോസ് പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ജോബിനെ കുറിച്ചും പിന്നെ ഫസ്റ്റ് റെസിഗ്നേഷനെ കുറിച്ചും ഫുൾ ഫ്ലോപ്പ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു Q&Aയിൽ ഒന്നും കൂടി ഷെയർ ചെയ്യാൻ വിചാരിച്ചു. നമുക്ക് ഈ കമൻറ്റിലൂടെ ചോദിച്ച കാര്യങ്ങളാണ് ഞാൻ Q&Aയിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇൻഫോ പാർക്കിലാണ് എൻ്റെ ഈ ബർത്ത്ഡേയുടെ അന്നാണ് എനിക്ക് ജോബ് കിട്ടിയത്. അതുപോലെ തന്നെ അധികമൊന്നും നീണ്ടു നിന്നില്ല ഒരു ജോബ്. അപ്പോൾ അത് എനിക്ക് റിസൈൻ ഇടേണ്ടി വന്നു. അവിടുത്തെ ഒരു കടുത്ത കുറേ ആൾക്കാർക്കിടയിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, മനുഷ്യനായി കാണാത്ത ആൾക്കാരുടെ ഇടയിൽ എനിക്ക് ഒട്ടും നിന്ന് പോകാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഒന്നും നോക്കിയില്ല അടുത്ത ജോബ് കിട്ടുമോ കിട്ടില്ലേ, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒന്നും അവർ തന്നിട്ടും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ അതൊന്നും എൻ്റെ മൈൻഡിലുണ്ടായിരുന്നില്ല. ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ തന്നെ സ്പോട്ട് റിസൈൻ ഇടുകയാണ് ചെയ്തത് കേട്ടോ. പക്ഷേ എനിക്ക് അവിടുന്നും ഞാൻ മൂവ് ഓൺ ചെയ്ത് പോയി. വിത്തിൻ 1 വീക്കിനുള്ളിൽ ഞാൻ വേറെ സ്ഥലത്ത് കയറി, അതും ഇൻഫോ പാർക്ക് തന്നെയാണ്. അപ്പോൾ എനിക്കങ്ങനെ ജോലി വേണ്ടാന്ന് വയ്ക്കുമ്പോൾ എനിക്ക് വലിയ ടെൻഷനോ കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ നമുക്ക് ടെൻഷനുള്ള ആൾക്കാരെന്ന് പറയുന്നത് വേറൊരു ജോലി കിട്ടില്ലേ, അവനവനിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ആൾക്കാർക്കാണ് ജോലി കിട്ടില്ലേ എന്നൊക്കെ വിചാരിച്ചുള്ള ടെൻഷൻ ഉണ്ടാവുക. പക്ഷേ എനിക്ക് എന്നിൽ ഒരുപാട് കോൺഫിഡൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ എന്നിൽ തന്നെ ഒരുപാട് ട്രസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ.
അത് ഞാൻ ഈ ഒരു കൊല്ലം പഠിച്ചൊരു കാര്യമാണ്. അല്ലെങ്കിൽ എന്താ പറയുക, ഫസ്റ്റ് ജോബ് റിസൈൻ ചെയ്തില്ല, ആ ഒരു ടൈമിൽ ഞാൻ പഠിച്ച് തുടങ്ങിയിട്ടുള്ളൊരു കാര്യമാണ്. അവനിൽ നമ്മൾ ട്രസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും മൂവ് ഓൺ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, ഞാൻ എൻ്റെ ഓരോരോ കാര്യങ്ങളിലും ഞാൻ എന്നെ തന്നെ വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് ചെയ്യാൻ പറ്റുന്നു. ഇപ്പോൾ ഈ ഒരു യൂട്യൂബ് ചാനലാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, അങ്ങനെ എനിക്ക് എന്ത് ചെയ്തു, സെക്കൻഡ് ജോബും ഇൻഫോ പാർക്കിൽ കിട്ടി. പക്ഷെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇൻഫോ പാർക്കിൽ ഞാൻ വർക്ക് ചെയ്യില്ല എന്ന്. കാരണം എനിക്ക് അത്ര ഇഷ്ടമല്ല ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യാൻ വേണ്ടി. കാരണം ഫസ്റ്റ് ജോബ് ഇൻഫോ പാർക്കിലായിരുന്നു. ഫസ്റ്റ് എക്സ്പീരിയൻസ് നല്ല ബാഡായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇൻഫോ പാർക്കിൽ ഇനിയും വേണ്ട എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ സെക്കൻഡ് ജോബിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ ലൊക്കേഷൻ നോക്കിയപ്പോൾ കൊച്ചിയിലേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, ഇൻ്റർവ്യൂ കിട്ടി. അപ്പോൾ ആ സമയത്ത് എന്താണ്, അതൊരു വർക്ക് അറ്റ് ഹോം ആയിരുന്നു. പക്ഷെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് അന്ന് മൺഡേ ടു ഫ്രൈഡേ മാത്രമേ വർക്ക് വരുന്നുള്ളൂ. ഡൈനാമിഡിൽ എന്ന് പറയുമ്പോൾ ഞാൻ പ്രീവിയസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള കമ്പനി, ഫസ്റ്റ് കമ്പനി എന്ന് പറയുമ്പോൾ ഒരു ദിവസം മാത്രമേ നമുക്ക് ലീവ് ഉള്ളൂ, പിന്നെ വീക്ക് ഓഫ് ഒന്നും തരില്ല. അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം മൺഡേ ടു ഫ്രൈഡേ എന്ന് കണ്ടപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ അങ്ങനെ അപ്ലൈ ചെയ്യാണ് ചെയ്തത് എൻ്റെ സെക്കൻഡ് ജോബിന് കേട്ടോ. അപ്പോൾ എന്താണ്, എനിക്ക് സെക്കൻഡ് ജോബ് കിട്ടി. ഓഫർ ലെറ്റർ കിട്ടിയപ്പോഴാണ്, ഓഫർ ലെറ്ററിലാണ് ഞാൻ കാണുന്നത് ഇൻഫോ പാർക്കിലാണ് ഈ ഒരു എൻ്റെ സെക്കൻഡ് ജോബിന് ഞാൻ സെലക്ട് ആയിട്ടുള്ളതെന്ന് കാണുന്നത്. അപ്പോൾ ഓഫർ ലെറ്റർ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു പോകണോ പോകണ്ടേന്ന് ആലോചിച്ചു. പിന്നെ വർക്ക് അറ്റ് ഹോം ആയതുകൊണ്ട് മാത്രമേ ഞാൻ പോയി. അങ്ങനെ എന്താ പറയുക, ഒരു 1.5-2 കൊല്ലത്തോളം, ഒരു കൊല്ലം 6 മാസം ഞാൻ കണ്ടിന്യൂ ചെയ്തിട്ട് അവിടെ പോയി. കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് അത്ര ഒരു പ്രൊഫഷണൽ കമ്പനി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം വർക്കട്ട് ഹോം ആയതുകൊണ്ടായിരിക്കാം. ഇപ്പോൾ ഓഫീസാണ്, വർക്കട്ട് ഓഫീസാണ്. അപ്പോൾ അങ്ങനെ അതിൻ്റേതായ കുറേ ഇഷ്യൂസൊക്കെ ഓരോരോ കമ്പനിയിലും ഓരോ ഇഷ്യൂസ് ഉണ്ടായിരിക്കും. പ്രഷർ ഉണ്ടായിരിക്കും. പ്രഷർ ഇല്ലാത്തൊരു കമ്പനി ഇല്ല. അപ്പോൾ തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി പ്രഷർ ഇല്ലാത്ത കമ്പനി ഒന്ന് പറയാമോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കമ്പനി ലിസ്റ്റ് ഒന്ന് പറയാമോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പ്രഷറില്ലാത്ത കമ്പനിന്ന് എനിക്ക് പറഞ്ഞാൽ എനിക്കറിയില്ല. കാരണം ഒരു ജോലിക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറയുന്നത് പോലെ തന്നെ എന്താണ്, ഒരു കമ്പനിക്ക് അതിൻ്റേതായ പ്രഷർ ഉണ്ടായിരിക്കും. കാരണം അവരുടെ ആ ഒരു പ്രോസസ്സും കാര്യങ്ങളിലും ചെയ്യുമ്പോൾ ക്ലയൻറ്റിൻ്റെ ഭാഗത്ത് ഒരുപാട് പ്രഷർ ഉണ്ടായിരിക്കും. ആ ഒരു പ്രഷർ നമ്മുടെ മാനേജേഴ്സും നമ്മുടെ ടീമും നമുക്ക് തന്നിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഒരു പ്രഷറും ഇല്ലാത്ത കമ്പനി ആണെങ്കിൽ ആ ഒരു കമ്പനി നല്ല രീതിയിൽ മുന്നോട്ട് പോകില്ല. എന്തേലൊക്കെ പ്രഷർ തരുന്ന കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ 24 മണിക്കൂർ നമ്മൾ മിണ്ടാതിരിക്കും അല്ലേ, ഒരു വർക്കും ചെയ്യാതെ ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഓരോരോ കമ്പനിക്ക് ഓരോരോ പ്രഷറും കാര്യങ്ങളും ഉണ്ടായിരിക്കും. നമ്മൾ അതൊരു വർക്ക് സ്പേസ് ആണെന്നുള്ളൊരു മൈൻഡ് വെച്ചിട്ട് നമ്മുടെ കാര്യങ്ങളൊന്നും ഓപ്പൺ ആയിട്ട് പറയാതെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളിരുന്ന് വർക്ക് ചെയ്യുക. അതൊരു വർക്ക് സ്പേസ് മാത്രമാണെന്ന് വിചാരിച്ച് നമ്മൾ വർക്ക് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം പ്രശ്നവും കാര്യങ്ങളോ നിങ്ങൾക്ക് ഉണ്ടാവില്ല. നമ്മൾ ഒരാളോട് കൂടുതൽ അറ്റാച്ച്മെന്റ് ആവാനോ ഒന്നിനും നിൽക്കണ്ട എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളൊരു കാര്യം. പിന്നെ നല്ല ആൾക്കാരുണ്ട് കേട്ടോ, നമ്മൾ എന്തും ട്രസ്റ്റ് ചെയ്തിട്ട് പറയാൻ പറ്റുന്ന സ്ഥലമുണ്ട്, പറ്റാത്ത സ്ഥലമുണ്ട്. ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണത്. അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോഴും ചിന്തിക്കുമ്പോഴും 100 പ്രാവശ്യം ആലോചിച്ചിട്ട് മാത്രം ചെയ്യാം. കാരണം ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു കമ്പനിയിൽ നിന്ന് ജോലി കിട്ടിയില്ലെങ്കിലോ, അല്ലെങ്കിൽ ഇന്ന ഇവിടുന്ന് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ എനിക്ക് വേറെ ജോലി കിട്ടില്ലല്ലോ എന്നുള്ള ചിന്ത എനിക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എന്താണോ അതന്നെയായിരുന്നു ഞാൻ ഓഫീസിൽ അകത്തുണ്ടായിരുന്നത്. എൻജോയ് ചെയ്യുന്ന സമയത്ത് ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറ്റില്ല എന്ന് മുഖത്ത് നോക്കി പറഞ്ഞിട്ടുമുണ്ട്. അതിപ്പം മാനേജറിൻ്റെ അടുത്താണെങ്കിലും ഡയറക്ടറിൻ്റെ അടുത്താണെങ്കിലും TL-ൻ്റെ അടുത്താണെങ്കിലും ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല ഗൈസ്, അങ്ങനെ പറയില്ലേ, ആ സംഭവം തന്നെയായിരുന്നു ഞാനും. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആ ഒരു ജോലി പോയാൽ പോട്ടെ, എനിക്ക് അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് ഒരു ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ്. അല്ല, എനിക്ക് ഇഷ്ടംപോലെ EMIs ഉണ്ട്. ഓക്കെ, എനിക്ക് എൻ്റേതായ കുറേ EMIs കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവമില്ലേ, എനിക്ക് എന്നിൽ വിശ്വാസമാണ് ഈ ഒരു ജോലി പോയി എനിക്ക് അടുത്ത ജോലി കിട്ടും. എനിക്കൊക്കെ എല്ലാത്തിനും ഓവർകം ചെയ്യാനുള്ള ഒരു സംഭവം എൻ്റെ കയ്യിലുണ്ട്, മനസ്സിലായ? അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പയ്യെ മുന്നോട്ട് പോണത്. ഓക്കെ, അതെനിക്ക് ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു 2024 കുറിച്ചിട്ട് കേട്ടോ. ഈ ഒരു 2024 എന്നെ എത്രയും ബോൾഡാക്കി മാറ്റിയത്, അല്ലെങ്കിൽ ആ ഒരു ഡൈനാമിക് റെസിഗ്നേഷനാണ് എന്നെ എത്രയും ബോൾഡാക്കി മാറ്റിയത്. ഓക്കെ, പിന്നെയെന്ന് പറയുന്നത്, ഞാൻ ഏത് കോഴ്സാണോ പഠിച്ചത്, ഞാൻ കോഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു മെഡിക്കൽ കോഡിംഗ് ആണ്. അപ്പോൾ അതൊരു 6 മാസത്തെ കോഴ്സാണ്. ഞാൻ പഠിക്കുന്ന സമയത്ത് 6 മാസമാണ്, ഇപ്പം എങ്ങനെയാണെന്ന് അറിയില്ല.
അതുപോലെ ഫീസ് എത്ര ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫീസ് എനിക്ക് 23 ആയിരുന്നു ഫീസ് ഞാൻ പഠിക്കുന്ന സമയത്ത്. ഇപ്പോൾ കറൻ്റ്ലി എങ്ങനെയാണെന്നും എനിക്കറിയില്ല. പിന്നെ ഞാൻ പഠിച്ചത് എറണാകുളം ട്രാൻസോസിലാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് കോഡിങ്. പക്ഷെ എനിക്ക് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അത്ര നല്ലതായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഞാൻ CPC സർട്ടിഫൈഡ് ആയിരുന്നില്ല. അവിടുത്തെ കോഴ്സ് അത്ര നല്ലൊരു കോഴ്സ് ആവാത്ത കാരണം കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, CPC എടുത്തിട്ടുമില്ല. എൻ്റെ കൂടെ പഠിച്ച ആരും CPC സർട്ടിഫൈഡ് അല്ല. കുറച്ച് കാലം വരെ കോണ്ടാക്ട് ഉണ്ടായിരുന്നു, അതുവരെ ആരും CPC എടുത്തിട്ടില്ല. കാരണം അവിടുത്തെ ട്രെയിനിങ് ഒന്നും വലിയ നല്ലൊരു ട്രെയിനിങ് ആയിരുന്നില്ല ഞങ്ങൾ പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്ന സമയത്ത്. ഓക്കെ, പിന്നെ ഇത് പഠിച്ചുകൊണ്ട് ജോലി സാധ്യതകളുണ്ടോ? ഇഷ്ടം പോലെ സാധ്യതകളുണ്ട്. ഞാൻ പ്രീവിയസ് വീഡിയോസിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്ന കാര്യമാണ്. ഇതൊരു 6 മാസത്തെ കോഴ്സാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എത്ര ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു 6 മാസത്തെ ഒരു കോഴ്സ് ആയതുകൊണ്ട് തന്നെ ഒരു 6 മാസം എത്ര സ്റ്റുഡൻസ് പഠിച്ചിറങ്ങുന്നുണ്ടായിരിക്കും, അതും ഇത്രയും ഇൻസ്റ്റിറ്റ്യൂഷനിൽ എത്ര സ്റ്റുഡൻസ് പഠിച്ചിറങ്ങുന്നുണ്ടായിരിക്കും എന്ന് ആലോചിക്കുക. പിന്നെ എല്ലാവരും ഇപ്പോൾ CPC സർട്ടിഫൈഡ് ആവാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര കോമ്പറ്റീഷനാണ് ഈ ഒരു ഫീൽഡിൽ. അപ്പോൾ നിങ്ങളൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ തിരഞ്ഞെടുക്കുക. അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പ്ലേസ്മെൻറ്റ്സും കാര്യങ്ങളും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ 100% ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ജോയിൻ ചെയ്യുക. പ്ലേസ്മെൻറ്റ് മസ്റ്റഡ് വാങ്ങിയെടുക്കാൻ വേണ്ടി നോക്കുക. അതുപോലെ തന്നെ CPC സർട്ടിഫൈഡ് ആവാൻ വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യുക. ഓക്കെ, പിന്നെ ഏജ് ലിമിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏജ് ലിമിറ്റ് ഇല്ല, കോഡിങ് പഠിക്കാൻ ഏജ് ലിമിറ്റ് ഇല്ല. പക്ഷെ നിങ്ങൾ ആലോചിക്കണം, ഈ ഏജ് ലിമിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ കൂടിയിട്ടും നിങ്ങളുടെ ജോബ് നോക്കുന്ന സമയത്ത് ഒരു ഏജ് ലിമിറ്റ് ഉണ്ടായിരിക്കും. മനസ്സിലായോ? ഒരു 30 എബോ അല്ലെങ്കിൽ ഒരു 35 എബോ ആയിക്കഴിഞ്ഞാൽ പിന്നെ ജോബ് കിട്ടില്ല. ഈ പ്രത്യേകിച്ച് IT പാർക്കുകളിലൊന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചിട്ടും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ജോബിന് കയറുക. അല്ലെങ്കിൽ ഓരോ ക്രാഷ് കോഴ്സ് പഠിക്കുമ്പോഴും നിങ്ങൾ ചിന്തിക്കാം. നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ്. പക്ഷെ ഫ്രഷറായിട്ട് ഇനിയും നമ്മൾ ക്രാഷ് കോഴ്സ് ചെയ്യുന്ന സമയത്ത് ഏജ് ലിമിറ്റ് പഠിക്കാനില്ല എന്നുണ്ടെങ്കിൽ കൂടിയിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളൊരു ഇൻ്റർവ്യൂ ബോർഡിൽ എത്തുന്ന സമയത്ത് ഏജ് ലിമിറ്റ് ഒരു പറയും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ജോബ് കിട്ടാൻ ചാൻസസ് കുറവാണ്. പിന്നെ എന്നോട് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഏതൊക്കെ കോഴ്സാണ് പഠിക്കേണ്ടതെന്നുള്ളത്. അപ്പം നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ട്രെൻഡിങ് ആയി നിൽക്കുന്ന കോഴ്സ് പഠിക്കാനാണ് നോക്കേണ്ടതാണ് എനിക്ക് തോന്നുന്നൊരു കാര്യം. അപ്പോൾ ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ട്രെൻഡൊക്കെ ഒന്ന് അവസാനിച്ച് തുടങ്ങിയിട്ടുണ്ട്. മനസ്സിലായി? ആ ഒരു ഫീൽഡിലോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ആൾക്കാർ നന്നായിട്ട് പഠിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പഠിക്കുന്ന സമയത്തൊന്നും ഡിജിറ്റൽ മാർക്കറ്റിംഗ് അധികം ആരും എടുക്കാത്ത ഒരു സംഭവമായിരുന്നു. ഞാൻ പഠിക്കുന്ന സമയത്ത് മെഡിക്കൽ കോഡിംഗ് ആയിരുന്നു ട്രെൻഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ട്രെൻഡ് കഴിഞ്ഞു. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിലോട്ട് ആൾക്കാർ കയറി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒന്ന് റെയറായി നിൽക്കുന്ന കോഴ്സ് പഠിക്കുക. നിങ്ങൾക്ക് കിട്ടിയ ജോബിന് നിങ്ങൾ എത്ര സാലറി കുറവാണെങ്കിലും നിങ്ങൾക്ക് പഠിച്ചൊരു ഫീൽഡിൽ കിട്ടി നിങ്ങൾ കയറുക. അതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പതുക്കെ നമുക്ക് കമ്പനി ചേഞ്ച് ചെയ്ത് വരാം. ഓക്കെ, ഞാനിപ്പോൾ ഒരു 3 കമ്പനി ആയി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കമ്പനിയിൽ നിന്ന് കഴിയുമ്പോൾ നമുക്ക് 30% ഹൈക്ക് കിട്ടും. ആ ഒരു ഹൈക്ക് നമ്മൾ നിന്ന് വീണ്ടും 1 ഇയർ കഴിഞ്ഞ് വീണ്ടും ഒരു കമ്പനി മാറി വീണ്ടും 30% ഹൈക്ക് കിട്ടും. പക്ഷെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കമ്പനിയിൽ മാത്രം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് 2000-3000 രൂപയായിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പോൾ അത് നിങ്ങളുടെ കരിയറിനെ ബാധിക്കും. നിങ്ങൾക്ക് വേറെ ജോലി കിട്ടില്ല എന്നൊക്കെ വിചാരിച്ച് നിങ്ങളൊരു കമ്പനിയിൽ തന്നെ സ്റ്റക്കായി നിൽക്കുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഇല്ല, സാലറി കൂടാതെ നിങ്ങൾ ഇന്നും ഒരു വർക്ക് സ്പേസിൽ ഒതുങ്ങി കൂടേണ്ടി വരും. പിന്നെ എന്താ പറയുക, എനിക്ക് വേഗം ബോറടിക്കും. എന്താ പറയുക, ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ചില കമ്പനീസൊക്കെ അങ്ങനെ സ്ഥലം മാറ്റിക്കൊണ്ടേയിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞാൻ ഫസ്റ്റ് വർക്ക് ചെയ്ത കമ്പനീസിലൊക്കെ 2 മാസം കഴിഞ്ഞാൽ നമ്മൾ ഇരുന്നിരുന്ന സീറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ മാറ്റും. പിന്നെ നമ്മുടെ അടുത്ത് വേറെ എംപ്ലോയീസ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവുക. നമുക്കൊരു ഗ്യാങ് ബിൽഡ് ചെയ്യാനൊന്നും പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഫുള്ളിങ്ങനെ മിക്സപ്പായി ഇരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും. നമുക്കൊരു ബോറിങ് നമുക്ക് ഫീൽ ചെയ്യില്ല. പക്ഷെ ഞാൻ പിന്നെ വർക്ക് ചെയ്തിരുന്ന കമ്പനീസിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന സ്ഥലം തന്നെ കുഞ്ഞൊരു ഓഫീസായിരുന്നു. ഒരു പെട്ടിക്കൂട് പോലത്തെ ഓഫീസായിരുന്നു എന്താ പറയുക ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ അതൊക്കെ ചേഞ്ച് ചെയ്ത് നല്ലൊരു ഓഫീസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അത് മെന്റലോ പറയാൻ വേണ്ടിയിട്ട്. പിന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ എന്തായിരുന്നു ഡിഗ്രി ഞാൻ BA ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. BA ഫിലോസഫി ആയിരുന്നു. BA പഠിച്ച മെഡിക്കൽ കോഡിങ്ങിന് ചാൻസ് ഉണ്ടോ? ചാൻസ് ഞാൻ പഠിച്ചിട്ട് എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ ഇൻ്റർവ്യൂ കോഴ്സിനൊക്കെ ചോദിക്കുമ്പോൾ എന്നോട് ചോദിച്ചത് BSc ആണോ, അന്ന ജോബ് ഉണ്ട് എന്നാണ് പറഞ്ഞിരുന്നത്. BA-ക്കാർക്ക് ജോലിയില്ല. അപ്പോൾ തന്നെ ഈ പാരാമെഡിക്കൽ കഴിഞ്ഞ ആൾക്കാർക്ക് BSc ബാക്ക്ഗ്രൗണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ജോബ് കിട്ടിയിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ CPC സർട്ടിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ജോലി കിട്ടുന്നുള്ളൂ. അങ്ങനെ കുറേ ഇഷ്യൂസൊക്കെ ഫേസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ,
പിന്നെന്തായിരുന്നു എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറേ ആയി ഈ ഒരു Q&A ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ ഒരു ടൈമില്ല. വീട്ടിൽ ഏട്ടൻ്റെ ട്വിൻ ബേബീസ് ഉള്ള കാരണം ഒക്കെ ഭയങ്കര അവരുടെ കരച്ചിലും ബഹളമൊക്കെ ആയിരിക്കും ഇടയ്ക്കൊക്കെ ഉണ്ടാവുക. അപ്പോൾ കുഞ്ഞു ബേബീസാണ്, ഇപ്പോൾ 90 കഴിഞ്ഞിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ഷോർട്സ് വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ വീഡിയോ ചെയ്യാൻ ഇപ്പോൾ കുറച്ച് ലാഗ് ഉണ്ട്, അത് എനിക്കറിയാം. പിന്നെ ഞാനും എൻ്റെ കരിയറായിട്ട് കുറച്ചും കൂടി മൂവ് ഓൺ ചെയ്യുന്നുണ്ട്. വേറെയും കുറച്ച് പ്ലാനിങ് ഉണ്ട്. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ പഠിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു കോഴ്സ് കഴിയാനായിട്ടുണ്ട്, വേറെ കോഴ്സും ചെയ്യുന്നുണ്ട്. പിന്നെയും കുറേ പ്ലാനിങ്ങും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞ് ഞാൻ വീഡിയോയിലൂടെ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ തിക്കും തിരക്കിലാണ്. അതാണ് ഈ വീഡിയോ ലാഗായി പോണത്. പക്ഷെ ആരും ഫോളോ ചെയ്യാതിരിക്കരുത്, നമ്മുടെ വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യാതിരിക്കരുത് ഒക്കെ. അപ്പോൾ ഈ ഒരു Q&A നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ കുറേ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴാണ് ഒരു സമയം കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് ചോദിക്കുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും യൂസ്ഫുൾ ആവണം എന്ന് ഞാൻ മനസ്സിൽ എന്ത് പറയുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും നല്ല ഹെൽപ്ഫുൾ ആവണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ മസ്റ്റായിട്ട് ഫോളോ ചെയ്യുക, സബ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ ജോലിയുടെയും വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാം. ഈ ഒരു ജോലിയുടെ വീഡിയോസ് ഇടാൻ സത്യം പറഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല. പക്ഷേ ഞാൻ ഈ ഒരു ഫാമിലി വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ഈ ഒരു ചാനലിൽ. പക്ഷേ ഞാൻ എൻ്റെ ഫസ്റ്റ് ജോബിൻ്റെ ഒരു സംഭവം ഇട്ടപ്പോൾ അതൊന്നും നൈസായിട്ട് എല്ലാവർക്കും ഇഷ്ടമായി. പിന്നെ അതിന്ന് കമൻറ്റ്സ് വരുമ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ട് അവസാനം എൻ്റെ ഈ ഒരു ചാനൽ ജോബ് റിലേറ്റഡ് ആയിപ്പോയി ഗൈസ്. പക്ഷെ ഞാൻ അതൊന്ന് പതുക്കെ മാറ്റും. ഞാൻ ഇപ്പോൾ വിചാരിച്ചിട്ടുള്ളത് ഒരു ജോബ് ഹെൽപ്പിംഗ് വീഡിയോസും പ്ലസ് എൻ്റെ ഫാമിലി വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾ രണ്ടും കൂടി എന്നെ സപ്പോർട്ട് ചെയ്യുക. ജോബ് വീഡിയോസ് മാത്രമല്ല, നമ്മുടെ ഫാമിലി വീഡിയോസും കൂടി നിങ്ങൾ കാണുക, സപ്പോർട്ട് ചെയ്യുക, മറക്കരുത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഗൈസ്.